നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ബാറ്റിങ്ങിൽ പിഴച്ചെടുത്ത് എല്ലാം തീർന്നിരുന്നു. പിന്നെ ബൗളർമാർ എങ്ങനെ പൊരുതും എന്ന് മാത്രമേ നോക്കാനുണ്ടായിരുന്നുള്ളൂ. അവരുടെ 6 വിക്കറ്റുകൾ വീഴ്ത്തി. പക്ഷേ പൊരുതാനുള്ള സ്കോർ ഉണ്ടായിരുന്നില്ല. ഓസ്ട്രേലിയ ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു. അതും 40 പന്തുകൾ ശേഷിക്കുക. അതാ പറഞ്ഞത് മൈറ്റി തരം മറ്റ് ഇറ്റ് സ്പീക്ക് എന്ന്. മികച്ച രൂപത്തിൽ ആഞ്ഞടിച്ചു അവരുടെ ഓപ്പണർമാർ. അതുകൊണ്ടാണ് മത്സരം അനായാസം അവരുടെ കയ്യിലേക്ക് പോയതും. എന്തായാലും ഇന്ത്യ ഓസ്ട്രേലിയ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം അവർ 4 വിക്കറ്റിന് വിജയിച്ചു. പരമ്പരയിൽ 1-0 ലീഡ്. കളിയിൽ ടോസ് നഷ്ടമായ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 18.4 ഓവറുകളിൽ 125 റൺസിന് ഓൾ ഔട്ടായി. ആകെ അഭിഷേക് ശർമ്മ മാത്രമാണ് മികച്ച രൂപത്തിൽ സ്കോർ ചെയ്ത്. പിന്നെ ഹർഷിത് റാണ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ഭംഗിയാക്കിയിട്ടുണ്ട്. മറ്റാരും 2 അക്കം കണ്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. ഗില്ലാണ് ആദ്യം പോയത്, 5 റൺസ്. സഞ്ജു സാംസൺ 2 റൺസ്, സൂര്യ 1 റൺസ്, തിലക് ഡക്ക്, അക്സർ പട്ടേൽ 7. അങ്ങനെ നിൽക്കെ ഡ്യൂബക്ക് മുമ്പ് ഹർഷിദിനെ ഇറക്കി. ഹർഷിദ് 33 പന്തുകളിൽ നിന്ന് 3 4ഉം 1 6ഉം അടക്കം 35 റൺസ് അടിച്ചു. പലപ്പോഴും അദ്ദേഹത്തിന് അഭിഷേകിന് വേണ്ട വിധത്തിൽ സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് ഒരു പരാതിയായിട്ട് ആരാധകർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവുക. ഏതായാലും റാണ പോയതിനു ശേഷം വന്ന ശിവൻ ദ്യൂബെ വെറും 4 റൺസ് മാത്രമാണ് അടിച്ചത്. കുൽദീപ് ഡക്കായി, പിന്നെ ബൂംറ ഡക്കായി. അതേസമയം അഭിഷേക് ശർമ്മ 37 പന്തിൽ 8 4ഉം 2 6ഉം അടക്കം 68 റൺസ് അടിച്ചതുകൊണ്ടാണ് നമ്മുടെ സ്കോർ 125 റൺസിലേക്കെങ്കിലും എത്തിയത്. അതേസമയം തീ പാറുന്ന ബൗളിംഗ് ആണ് ജോഷ് ഹേസൽവുഡ് ഓസ്ട്രേലിയക്ക് വേണ്ടി കാഴ്ചവെച്ചത്. 4 ഓവറിൽ 13 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ പിഴുതു. ബാറ്റ്ലെറ്റും എല്ലിസും 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സ്റ്റോയിനിസ് 1 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ അതിവേഗത്തിലാണ് ഓസ്ട്രേലിയ സ്കോർ ചെയ്തു പോയത്. അവരുടെ ആദ്യ വിക്കറ്റ് 5ാമത്തെ ഓവറിൽ വീഴുമ്പോഴേക്കും അവർ 51 റൺസിലേക്ക് എത്തിയിരുന്നപ്പോഴേക്കും കളി തീരുമാനമായിരുന്നു എന്നർത്ഥം. ട്രാവിസ് ഹെഡ് ആദ്യം പുറത്തായി. അദ്ദേഹം 15 പന്തിൽ നിന്ന് 3 4ഉം 1 6ഉം അടക്കം 28 റൺസ് അടിച്ചു. അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത നായകൻ മിച്ച് മാർഷ് 26 പന്തുകളിൽ നിന്ന് 2 4ഉം 4 6ഉം അടക്കം 46 റൺസ് അടിച്ചു. ഇംഗ്ലീഷ് 20 റൺസ് അടിച്ചു. പിന്നെ ടിം ഡേവിഡ് 1 റൺസ്, അതുപോലെ മിച്ചൽ ഓവൻ 14 റൺസ്, ഷോട്ട് ഡക്കായി. ഇങ്ങനെയുള്ള വിക്കറ്റുകൾ വീണു എന്നത് ശരിയാണ്. എന്നാൽ സ്റ്റോയിനിസ് 6 റൺസുമായിട്ട് ക്രീസിൽ നിന്നു. ഒടുവിൽ അവർ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. 13.2 ഓവറുകളിൽ അവർ വിജയലക്ഷ്യം മറികടന്നു. 40 പന്തുകൾ ശേഷിക്കെ അവർ 4 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കി. ഇന്ത്യക്ക് വേണ്ടി ബൂംറയും വരുൺ ചക്രവർത്തിയും കുൽദീപും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. കുൽദീപ് 2 വിക്കറ്റ് എടുത്തെങ്കിലും അദ്ദേഹം വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. 3.2 ഓവറുകളിൽ അദ്ദേഹം 45 റൺസാണ് വിട്ടുകൊടുത്തത്. എന്തായാലും അടുത്ത മത്സരത്തിൽ ടീം ഇന്ത്യക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.